ഞങ്ങളെ ഇന്നത്തെ റെസിപ്പി ഒരു ഷവർമ റൈസ്, അത് ഷവർമ റൈസ് ഫ്ലേറ്റേഴ്സ്. ഈ റൈസ്ക്ക് ഷവർമത്തെ ടേസ്റ്റിക്കിற റൈസും അതുപോലെ സാലഡ്, ചിക്കൻ, സോസ്, ഇതിൽ 4 ടൈപ്പ് ഉണ്ടോ, 4 മെത്തേഡ് ഉണ്ടോ ഈ കംപ്ലീറ്റ് മെനുക്ക്. ഇത് ഞങ്ങൾക്ക് ഡിന്നറായിട്ടും ലഞ്ചായിട്ടും പാർട്ടിക്കെല്ലാം യൂസ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ആക്കാം. അതിക്ക് ഞാൻ ഒരു 3-4 സ്പൂൺ യോഗട്ട് എടുത്തേ. അതിക്ക് 1.5 ടീസ്പൂണ് മുളകുപൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ, തെല്ല് ജീരക പൊടിച്ചത്, 1 ടീസ്പൂണ് മന്തി മസാല, ഒരു 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളകുപൊടി തിരിയാറിട്ട് അകത്യത്തുക്കുള്ള ഉപ്പ് ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ആക്കുക. ചിക്കനാണ് ഇത് ബ്രസ്റ്റ് പീസ് എടുത്തോ, മുല്ലൊന്നും ഇല്ലാണ്ട് ബ്രസ്റ്റ് പീസ്. ഇത് 1/2 കിലോ എടുത്തിട്ട് ഞാൻ 1/2 കിലോ ചൊല്ലുമ്പോൾ 2 ബ്രസ്റ്റ് അത് ഞാൻ നൈസ് ചെയ്ത് കട്ടാക്കണം. ബ്രസ്റ്റോ എങ്ങനെ ചെന്നെങ്കിൽ ചില ബ്രസ്റ്റ് തെൽബെല്ലിയ ബണ്ട് ದಪ್ಪ ಬಂಡು ചെറിയത് ತೆಲ್ಪು ಬಂಡು ದಪ್ಪ ಇನ್ನೋದ್ರ 3 ಪೀಸು ತೆಲ್ಪು ಇನ್ನೋದ್ರ 2 ಪೀಸು ಹಾಕಿರ. ನಾನು ನಿಂಗೆ എങ്ങനെ പീസ് ആക്കോക്കിട്ടെ അങ്ങനെ പീസ് ആക്കുക. ഇന്ന് ബ്രസ്റ്റ് ബാൻഡ് നിങ്ങൾക്ക് നോർമലായി 1/2 കിലോ ഇറച്ചെടുക്കണില്ല 1 കിലോ ഇറച്ചെടുക്കണുണ്ടായെങ്കിൽ അങ്ങനെ എടുത്തെങ്കും ആവും. പിന്നെ ചിക്കൻക്ക് മിക്സ് ആക്കിற മുന്നോಲು ഈ മസാലero ഒരു 2 സ്പൂൺ എടുത്ത് ಬೇಕணும். ഇത് ഞങ്ങൾക്ക് ചോറ് കിട്ടി മിക്സ് ആക്കുകൊണ്ട് അതിലൊരു 2 സ്പൂൺ എടുത്ത് വെച്ചെങ്കിത്ത് പിന്നെ ചിക്കൻ ചന്ത ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് നോക്കണം പുളി എന്തും വേണം. ഞാൻ യോഗട്ട് ഇട്ടു, യോഗട്ട് ഇന്നെങ്കിൽ പുളി വേണാവും, തൈര് ഇട്ടെങ്കിൽ പുളി വേണ്ട. എൻ്റെ യോഗട്ടിൽ പുളി ഇന്ന് അങ്ങനെ സംബന്ധം ഞാൻ ലിംബെന്തും ഇട്ടിട്ടില്ല. മാരിനേറ്റ് ആക്കിയിട്ട് ഒരു 1/2 ಗಂಟೆ ഞങ്ങൾ ഫ്രിഡ്ജിൽ ಬೇക്കാം. ഇത് ഞങ്ങൾ ഷാലോ ഫ്രൈ ആക്കണം, തവ ഫ്രൈ ആക്കണം. ഇത് ഞങ്ങൾ തേങ്ങൻ്റെ എന്നും എടുക്കോത്തീര, സൺഫ്ലവർ ഓയിൽ ഇല്ല ബട്ടർ ഇത് മാത്രം എടുക്കണം. പാന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ഒരു 10 നിമിഷം 15 നിമിഷം ആകുമ്പോൾ റെഡി ആവും. 15 നിമിഷം ഒന്നും വേണ്ട, 10 നിമിഷമേ ആവും. ഇതിൽ മുല്ലൊന്നും ഇല്ലല്ലേ, ജസ്റ്റ് ബ്രസ്റ്റ് പീസ് മാത്രം, അതും തെൽപ്പയത്ത് മുറിച്ചതും. അപ്പോൾ ഒരു 10 നിമിഷം ആകുമ്പോൾ തിരിച്ച് മറിച്ചിട്ടെങ്കിൽ ചിക്കൻ റെഡി ആവും. ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ച് ബേക്കാക്കറെങ്കും പ്രോബ്ലം എന്തില്ല. ഇപ്പോൾ ഒരു 10 നിമിഷം ആകുമ്പോൾ റെഡി ആയിரு. ഒരു ഈ ടൈം ആകുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ ബട്ടർ ഇട്ടെങ്കും നല്ലൊരു ഫ്ലേവർ ആയി തിക്കറ്. ഓപ്ഷൻ നല്ലത് വേണമെങ്കിൽ ഇടാം. ನಾ ಚಂದ ಮ್ಯಾರಿನೇಷನೇ ಭೀ ಏನು ಉಂಟಿಲ್ಲ, ನಿಂಗೆ ಬೇರೆ ಇದ್ದಂಗೆ ಮಸಾಲೆ ಇಟ್ಟು ಮ್ಯಾರಿನೇಟ್ ಹಾಕ್ರಿಂಗೆ അങ്ങനെയും ആക്കാം, നിങ്ങളിഷ്ട. ഇത് റെഡിയായി പിന്നെ പാൻഡ്ര ഞങ്ങൾ എടുക്കാം. ചമ്മ തീ പാസ്റ്റ് വെച്ചിട്ട് ചിക്കൻ കറിക്കോ എന്തും തീരാ. ഇന്നിത് കട്ടാക്കി എടുക്കാം. ഓരോ ബ്രസ്റ്റും ഞാൻ ഒരു 5 പീസായിട്ട് കട്ടാക്കിരെ. നിങ്ങളിഷ്ടത്തിൽ 3 പീസായി കട്ടാക്കറേ എങ്ങോ അത് നിങ്ങളിഷ്ടം എങ്ങനെ വേണമെങ്കിൽ കട്ടാക്കാം. ഇത് നിങ്ങൾ ബ്രസ്റ്റല്ല നോർമൽ ചിക്കനെ എടുത്തോണ്ടായി കട്ടാക്കറ അഗತ್ಯ എന്തും ಇಲ್ಲ. ಚಂದ ಚಿಕನ್ ಫ್ರೈ ಆക്കി എടുത്തെങ്കിൽ ഇത്ത് ഇത് നല്ല റിച്ച് ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയ ഒരു നല്ല റൈസ്. ഇത് ഞങ്ങൾക്ക് പാർട്ടീസ്ക്കെല്ലാം യൂസ് ആക്കാം. ഇന്ന് ഞങ്ങൾ റൈസ് റെഡിയാക്കാം. അതിക്ക് ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ എടുത്തോ. പാടം ചൊന്നുമല്ല, ഇതിക്ക് തേങ്ങയൊന്നും എടുക്കോത്തീര. സൺഫ്ലവർ ഓയിലും ബട്ടറും എടുക്കോകൂ. ചോറുക്ക് ഞാൻ ഒരു 2 സ്പൂണും ബട്ടറും ഇട്ട് കൊടുത്തോല്ല. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യും എടുക്കാം, പ്രോബ്ലം ഇല്ല. പിന്നെ ഇതിക്ക് ഹോൾ ഗരം മസാല, കെത്ത, ഏൽത്തരി അങ്ങനെയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. അതിൽ പിന്നെ ഇതിക്ക് ഒരു 2 ഉള്ളി ചന്ത തെൽപ്പിൽ മുറിച്ചത് അതും ഇട്ടിട്ട് ഒന്ന് സോട്ടാക്കണം. ഉള്ളി വലിയതായെങ്കിൽ ഒന്നുമേ, ചെറിയതായെങ്കിൽ 2 വേണം. ഇത് ഞങ്ങൾക്ക് ബിരിയാണി ആക്കറത്ര കഷ്ടമൊന്നും ഇല്ല.
ಚಮ್ಮ ಬಿಲ್ಲೆ ಸೊರೆಂದುം ಇಲ್ಲ ചെറിയ സ്റ്റെപ്പർ 3-4 ഉണ്ടെന്ന് മാത്രം സൊറെന്തും ചമ്മ ഇല്ല ഇതിക്ക് പിന്നെ അകത്തതുപോലെ ഉപ്പിടണം ഉപ്പ് ചമ്മ ഇടോ തീരാ 1 സ്പൂൺ ഉപ്പിട്ടേ മെയ് പിന്നെ ഇതിക്ക് ഞാൻ മാഗി ക്യൂബും ഇടേ പിന്നെ വേണമെങ്കിൽ ചോറുകു അരിയിടുമ്പോഴത്ത് നോക്കിയിട്ട് ബാക്കി ഇട്ടെങ്കിൽ മെയ് വർക്കത്തിലെ ഉപ്പിടോ തീരാ ഇന്ന് ഇതിക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചും വെല്ലുള്ളി ക്രഷ് ആക്കിയത് 1 സ്പൂൺ മെയ് ഒരു 2 വെല്ലുള്ളിയും ചെറിയ കന്ത ഇഞ്ചും ജസ്റ്റ് ഒന്ന് ജപ്പിത്തിട്ടേ മെയ് പേസ്റ്റ് ഇടോ തീരാ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഉള്ളി സാധാരണ ബാടിയ വരുമ്പോൾ അതിക്ക് ഞങ്ങൾ ഒരു ക്യാപ്സിക്കം ഇട്ടിട്ട് ചെറിയ കട്ടാക്കി തെൽപ്പിൾ കട്ടാക്കിയ ക്യാപ്സിക്കം വേണം ഇട്ടിട്ട് അതൊന്ന് സോഫ്റ്റ് ആവുന്നതോലും ഒന്ന് മിക്സ് ആക്കി എടുക്കുക ക്യാപ്സിക്കമിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1.5 ടീ അരയിടാം അപ്പം ഞാനിത് 3 കപ്പ് അരി ഇട്ടു ഇത് 3 കപ്പ് അരിയുടെ മെജറിനാ ചെന്നിട്ടുള്ളൂ നിങ്ങൾ അരി എടുക്കുമ്പോൾ അതിൻ്റെ മെജറിൽ നിങ്ങൾക്ക് ഇതിൽ ഡബിളാക്കി താക്കിങ്ങ ഇത്ത് പിന്നെ ഇതിക്ക് ഒരു ഒണങ്ങിയ ലിംബെ ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും പിന്നെ ഒരു മാഗിയുടെ ക്യൂബോ ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ഉണ്ട് എല്ലാം മൊത്തം കിട്ടും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചന്ത ഒന്ന് മിക്സ് ആക്കണം അതിൽ പിന്നെ ഞാൻ ഫസ്റ്റ് ചെന്നപ്പോലെ ഒരു 2 സ്പൂൺ ചിക്കൻ മാരിനേറ്റ് ಹಾಕೋ ಬೆಚ್ಚೋ ಮಸಾಲೆ ಉಂಡಲ್ಲಿ ನಚ್ಚ ನಲ್ಲದು ಎರ್ತು ಬೇಕೋನು ಉಂಟು അതും ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം ഈ ടൈമിലു ഞങ്ങൾ ഫ്ലെയിം സ്ലോ ആക്കണം ഇത് അടിക്ക് പിടിക്കാത്ത പോലെ പിന്നെ 1 സ്പൂൺ മന്തി മസാല ഇട്ടെങ്കിൽ ഇട്ട് മന്തി മസാല ചെന്നെങ്കിൽ ഗരം മസാലയ്ക്ക് ഉണങ്ങിയ ലിമ്പുണ്ടല്ലോ അതും ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിടുമ്പോൾ ಅದರ ಬಿತ್ತೊಂದು എടുക്കണം പൊട്ട്ബാട്ടിത്ത് അത്രമേ അതെല്ലാം ഇട്ടിട്ട് ചന്ത അടി പിടിക്കാത്ത പോലെ ഒരു 2 നിമിഷം ಅದರ പച്ച സ്മെല്ല് പോകുന്നതോലും ഒന്ന് മിക്സ് ആക്കി കഴിത്ത് അതിൽ പിന്നെ ഇതിക്കുന്ന തന്നി ബീത്ത 3 കപ്പ് അരിക്ക് 6 കപ്പ് തന്നി ബീത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നഞ്ചിಡ್ರ ಅರಿಂಟೆಲ್ಲ ಚೆಲ್ಲರಲ್ಲೇ ഞങ്ങൾ ರಾಯത്ത് ಅದು ಮಂದಿ ರೈಸ್ സാധാ ഇന്ത്യൻ ഗേറ്റ് ബസ്മതി റൈസ് എന്നും വെച്ചിട്ട് ഇതാക്കോത്തീരാ അങ്ങനെ നഞ്ചിಡ್ರ അരിയിൽ മാത്രം ആക്കുമ്പോൾ അത് ഒരു 2 ಗಂಟೆ ನೆಂಚು ಬೆಚ್ಚಿತ್ತು എടുക്കണം പിന്നെ ഇതിಗೆ ನಾನು ಉಪ್ಪು ನೋಕಿತ್ತು ಉಪ್ಪಿಟ್ಟೆ പിന്നെ ഒരു 4-5 കായ്മുളക് നടുക്ക് 2 പീസ് ആക്കോത്തീരാ നടുക്ക് ഒരു ഗരിട്ട് കൊടുത്തേ ഇത്ത് പിന്നെ 1 സ്പൂൺ നല്ല മുളക് ഇടി നല്ല മുളക് ഇത് ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം ഉപ്പ് ചക്കാക്കിത്ത് എത്ര അഗത്യത്ത് ഉപയോഗമായ ഉപ്പ് ഇടണം ഇതിന്ന് മുച്ച് വെച്ചിട്ട് തന്നി പയക്കിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ സാലഡും സോസെല്ലാം റെഡിയാക്കാം ഇപ്പോൾ സാലഡ്ക്ക് ഞാൻ ഒരു മുട്ടരോ മയോണൈസ് ആക്കിയത് മുട്ടര മയോണൈസ് ആക്കുമ്പോൾ എല്ലാവർക്കും ഗൊന്തിക്കോ ഒരു മുട്ടര അവരത്ര ഇത് പിന്നെ ഇതിക്ക് ഒരു 50 ഗ്രാമിനത്ര ഫ്രഷ് ക്രീം ഇട്ടാണ് ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീം വന്നല്ലേ ഉണ്ടല്ലേ അതിട്ടെങ്കും ആവും പിന്നെ ഇതിക്ക് ഒരു 2-3 സ്പൂണിൻ്റെ അത്ര തൈരിട്ടോ ആ യോഗട്ട് ഇട്ടോ യോഗട്ട് ഇട്ടേ ഇതിക്ക് ലിംബെ പുളിയാണോ തൈരിട്ടേ ഇതിക്ക് ലിംബെ പുളിയോ തീരാ തൈർക്ക് പുളിക്കറ് യോഗട്ടും വേണോ ഫ്രഷ് ക്രീമും വേണോ യോഗട്ടിലും തൈരിടാം ഞങ്ങൾക്ക് തൈരിട്ടേ ലിംബെ പുളിയോ തീരാ പിന്നെ ഇതിക്ക് പെപ്പർ പൗഡറും ഉപ്പും ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം വൈറ്റ് പെപ്പർ പൗഡർ ഇന്നെങ്കിൽ അതിടാം അത് തെല്ലിയാറ് ടേസ്റ്റ് ഇക്കറ് ഇതിപ്പോൾ ഞങ്ങൾ ചന്ത മിക്സ് ആക്കണം കൈ ಬಿಡಾಂಟೆ ಚಂದ ಮಿಕ್ಸ್ ಹಾಕೋಣ ഇപ്പോൾ ഇത് ഞങ്ങൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം വെജിറ്റബിൾസ് ചെല്ലുമ്പോൾ ഇത് ഞങ്ങൾ ഇടോ നീരുള്ളി ടൊമാറ്റോ ക്യാബേജ് കുക്കുംബർ കൊത്തമ്പരി ചൊപ്പ് ഞങ്ങൾ ഗൾഫിലെല്ല എന്നങ്ങാണ്ടായെങ്കിൽ ഇത് ഞങ്ങൾ പാർസ്ലി ലീവ്സ് ഇട്ടേ മെയ് കൊത്തമ്പരി ചൊപ്പ് പോലെ വേറൊരു ചൊപ്പ് ബണ്ടല്ലോ ഒരു സ്മെല്ലില്ലാത്ത ആ ചൊപ്പ് ഇട്ടിട്ടെങ്കിൽ ഇതിന് നല്ലൊരു ഫ്ലേവർ ഇക്കറ് പിന്നെ ടേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിൽ ലിംബെ പൊളിഞ്ഞു കൊടുക്കണം ഇന്ന് ഞങ്ങൾ ഇതിൽ സോസ് റെഡിയാക്കാം അതിക്ക് ഒരു 3 സ്പൂണിൻ്റെ അത്ര യോഗട്ട് തൈര് എടുക്കണമെങ്കിൽ അത്രമേ എടുക്കാം പിന്നെ ഒരു 2-3 സ്പൂണിൻ്റെ അത്ര ഇനി പേസ്റ്റ് ലിംബെ തൈര് എടുക്കണമെങ്കിൽ ഉപ്പട്ടമ്മ ചെന്ന പോലെ തൈര് എടുക്കണമെങ്കിൽ ലിംബെ യൂസ് ആക്കണ്ട യോഗട്ട് എടുക്കണമെങ്കിൽ മാത്രം ലിംബെ യൂസ് ആക്കിയിട്ട് അതിൽ പിന്നെ പെപ്പർ പൗഡർ പാപ്രിക്ക
പൗഡർ ഒരു 1/2 സ്പൂണു പാപ്രിക്ക ഇല്ലെങ്കിൽ മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടെങ്കിൽ ഇത്ത് പിന്നെ ഇതിക്ക് ഞാൻ ഡ്രൈഡ് പാർസ്ലി ലീവ്സ് ഇട്ടുള്ള ഇതില്ലെങ്കിൽ കൊത്തമ്പരി ചുപ്പ് മുറിച്ചിട്ടെങ്കിൽ ഇത്ത് പിന്നെ ഇതിക്ക് ഞാൻ ഇടും ഗാർലിക് പൗഡർ അതേപോലെ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ജണ്ട് ಬೆಳ್ಳುಳ್ಳಿ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചന്ത മിക്സ് ആക്കിയെങ്കിൽ ഇത്ത് പിന്നെ ഇതിക്ക് നണ്ട വീഡിയോയിൽ പോയിര് 2 സ്പൂണും സൺഫ്ലവർ ഓലിവ് ഓയിൽ എന്തിട്ടെങ്കും മാവും ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് ഇന്ന് ഞങ്ങൾ ബാക്ക് ടു റൈസിക്ക് വരാം അപ്പോൾ ഞങ്ങൾ തന്നി പയച്ചിര് ഇങ്ങനെ നല്ല പയക്കണം തന്നി അതിൽ പിന്നെ ഞങ്ങൾ നനച്ച് വെച്ച അരി ഊത്തിയെടുക്കണം തെല്ലും തന്നിക്കോ തീരത് ചെന്ന ഈ അരി ഞങ്ങൾ ബത്ബാട്ടി എടുക്കറോ അപ്പോൾ അതിൽ തന്നിന്നെങ്കിൽ തന്നി അരയത്ത് പിന്നെ അത് പത്തി പിടിച്ച പോലെ ആവരു ചന്ത ഊത്തിയെടുക്കണം അരി എന്നിട്ട് അരി ചന്ത മിക്സ് ആക്കിയിട്ട് ഉറക്ക നോക്കണ്ടങ്ങ ಯಾರೈತೆ ಎಂದ್ರೆ ಚೆಂದಂಗೆ ಉಪ್ಪು ಸಮುಂಡ ಚಂತ ಉಪ್ಪು ತೆಲ್ಲೊಂದು ಮುನ್ನಲು ಇಟ್ಟು ನಿಕ್ಕೋನು ಉಪ್ಪು ನಂಗೆ ಟೆಸ್ಟ್ ತಂದ್ರೆ ಕಣ್ಣಿ ಮುನ್ನಲು ಉಪ್ಪಿಕ್ಕೋನು ಉಪ್ಪು ಚೆಕ್ ಹಾಕಿತ್ತು ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 നിമിഷം ആകുമ്പോൾ ഞങ്ങൾ ചോറ് റെഡി ആവും ചെന്നെങ്കിൽ ഇത് ചോറ് ಬೇವೋ മാത്രമല്ല ഞങ്ങൾ തന്നി ബത്തവും ഉണ്ട് ചമ്മ സ്പീഡിൽ വെച്ചിട്ട് തന്നി ബത്പാട്ടി എടുക്കോ തീരാ മീഡിയം ഫ്ലെയിമിൽ വെച്ചമ്മേ പിന്നെ ബെന്ത് ഒടിയോഗും തീരാ ഈ അരി അങ്ങനെ ബെന്ത് ഒടിയില്ലേ ഇപ്പം ഞങ്ങൾ ചോറ് ഏകദേശം റെഡി ചെയ്യറ് ചെറിയൊരു തന്നിര പശ പോലെ ഇക്കറ് ഈ ടൈം ആകുമ്പോൾ ഇന്ന് ഞങ്ങൾ ഇതിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം അതായത് ഞങ്ങൾ ചാർക്കോൾ കത്ബാട്ടണം ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ടി കത്ബാട്ടിത്ത് ഇട്ടെങ്കിൽ ഇത് ഞാൻ ചാർക്കോൾ ചെന്ന് ചിരട്ടി കത്ബാട്ടിത്ത് ഇട്ടു ಅದಕ್ಕೆ നല്ലൊരു ഫ്ലേവർ ഇക്കറ് ഇല്ല ഞങ്ങൾ അടുപ്പറ കണലിന്നെങ്കും ആവും അത് വെച്ചിട്ട് ಅದಕ್ಕೆ തെളിപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് എന്തും ബീറ്റിങ് ഇത്ത് ബീറ്റി അപ്പമേ ഞങ്ങൾ ಇದರ ಲಿಡ್ ಇಡೋಣ ಅಂದರೆ ಇದರ ಫ್ಲೇಮ್ ಪರ್ತು ಪೋತೀರಾ ಗ್ಯಾಸ್ ಆಫ್ ಹಾಕೋತೀರಾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം മീഡിയം ഫ്ലെയിമിൽ ബേക്കുമ്പോൾ അടിക്ക് പല ഒരു തവ വെച്ചെങ്കാവും 10 നിമിഷം തണ്ടിയാൽ ദമ്മിടണ്ട അപ്പോൾ റെഡി ആവും ഇപ്പം ഞങ്ങൾ എല്ലാം റെഡി ചെയ്ത് ചിക്കൻ റൈസ് സോസ് സാലഡ് എല്ലാം റെഡി ചെയ്ത് ഇപ്പം നോക്കോളൂ ചോറ് കംപ്ലീറ്റ്ലി റെഡി ചെയ്ത് നല്ല ഉഷാറായി ചോറ് അടിയൊന്നും പിടിച്ചിട്ടില്ല നിങ്ങൾക്ക് ചോറ് നനഞ്ഞ പോലെ തന്നി പോലെ ഇന്നെങ്കിൽ ഒരു 10-15 നിമിഷം ചോറിങ്ങനെ മുಚ್ಚಿ ಓಪನ್ ಹಾಕಿತ್ತು ಬೆಚ್ಚಂಗೆ ಅದು ರೆಡಿ ಅವರು ಓರೋರು ಅರಿರ ಪ್ರಾಬ್ಲಮ್ ಇಕ್ಕರು ಚೋರೋರು ಚಂಡಿ ಪಲ್ಯ ಅವ್ರು ನಂಗೆ ಪೊದರಿ ಪಲ್ಯ ಇಲ್ಲಾಂಡಿ ಚಂಡಿ ಪಲ್ಯ ಅವರು ಅದ್ರ 10 ನಿಮಿಷ ಓಪನ್ ಹಾಕಿ ಬೆಚ್ಚಂಗೆ ರೆಡಿ ಅವರು ഇത് ഞങ്ങൾ പ്ലേറ്റിംഗ് ആക്കാം പ്ലേറ്റിംഗ് എന്തും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ മേ ജസ്റ്റ് എടുത്ത് തിന്നാം ബട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻಗೆ ഇത് മാത്ര ഒരു സൈഡിಗೆ ചോറിട്ട് കൊടുക്കുക ഒരാൾക്ക് വേണത്ര ഒരു ജന്മൊന്ന് കയ്യിൽ ചോറ് പിന്നെ എത്ര ചിക്കൻ വേണോ അത്ര ചിക്കന് ഇത് ഞങ്ങൾക്ക് എപ്പം ബിരിയാണി ആക്കി മന്തിയെല്ലാം ಬೋರವ್ರದ್ದು മാത്രമല്ല ഇത് വലിയ സൊറവില്ല നല്ല ടേസ്റ്റി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ആക്കാം ഇത് പിന്നെ സോസും ಅದರ ಮೇಲ್ಗಿಡ ಸಾಸ್ ಎಕ್ಸ್ಟ್ರಾ ഞങ്ങൾ കയ്യിൽ ಬೇಕணும் ഞങ്ങൾ ചോറുണ്ണുമ്പോൾ ഞങ്ങൾക്ക് എക്സ്ട്രാ ಬೇನೆಂಗೆ ಯೂಸ್ ಆക്കാം അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തുള്ള ഷവർമ റൈസ് റെഡി ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി